പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മൾ വീണ്ടും ഷിരൂരിലേക്ക് പോകുന്നു. കണ്ണാടിക്കലിലെ അർജുനായിട്ടുള്ള തെരച്ചിൽ 7-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അവിടെ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. അവിടെ ഡ്രില്ലിംഗ് ജോലികൾ ആരംഭിച്ചു. വാർത്താ സംഘത്തിൽ ചേർന്ന 24-ൻ്റെ പ്രതിനിധി ഹാഷ്മി താജ് ഇബ്രാഹിം തത്സമയം ചേരുന്നു വീണ്ടും. ഹാഷ്മി, ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എന്താണ്? കാരണം വളരെ ആകാംക്ഷയുടെ, ഉത്കണ്ഠയുടെ ഒരു ജനത മുഴുവൻ കാത്തിരിക്കുകയാണ് അർജുന് വേണ്ടി. അതുകൂടാതെ രണ്ടുപേർ കൂടി ആ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് ഇപ്പോൾ ഹാഷ്മിക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഉറപ്പായും ഇന്നിപ്പോൾ നമ്മൾ 7-ാം നാൾ രാവിലെ 7:50 നിൽക്കുകയാണ്. ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കൃത്യമായ സൂചനകൾ കിട്ടുന്നില്ല എന്നുള്ളത് നമ്മുടെ ഒരുപാട് സാങ്കേതിക വിദ്യയിൽ ഒരുപാട് മുന്നേറി എന്നൊക്കെ പറയുമ്പോൾ പോലും നമുക്ക് നൽകുന്ന നിരാശ ചെറുതല്ല. ഇപ്പോൾ പറയേണ്ട സമയമല്ല. എന്തായാലും ഇന്നത്തെ രക്ഷാ ദൗത്യം തുടങ്ങാൻ പോവുകയാണ്. NDRF സംഘം അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു, SDRF സംഘം അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. സേനയുടെ ഒരുപക്ഷെ ഇന്നലെ കരസേന വന്നെങ്കിലും ഒരു ഫുൾ ഫ്ലെഡ്ജ് പ്രവർത്തനം നടന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് മറുപടി. ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ അവരുടെ ഏറ്റവും അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള 15 മീറ്റർ താഴേക്കൊക്കെ നോക്കാൻ കഴിയുന്ന റഡാറുകൾ ഉപയോഗിച്ചുള്ള സോണാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഏറ്റവും അഡ്വാൻസ് രക്ഷാ ദൗത്യം അത് അല്പസമയത്തിനകം തുടങ്ങാൻ പോവുകയാണ്. അല്പസമയം മുൻപാണ് SKN രക്ഷാ ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ഒരാളായ രഞ്ജിത്ത് ഇസ്രായേൽ അങ്ങോട്ട് കടന്നുപോയത്. അവിടെ പറഞ്ഞത്, ഇന്നലെയൊക്കെ പറഞ്ഞത്, ഈ പറയുന്ന മൺകൂനയ്ക്കുള്ളിൽ ലോറി ഇല്ല എന്നേതാണ്ട് സ്ഥിരീകരണ സ്വഭാവത്തിലൊക്കെ റവന്യൂ മന്ത്രി പറയുന്നുണ്ടായിരുന്നു. രഞ്ജിത്ത് പറഞ്ഞ അങ്ങനെയല്ല, ആ മൺകൂന ഇനിയും മാറ്റാനുണ്ട്. 90% മണ്ണ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ, 10% മണ്ണ് ഇനിയും മാറ്റാൻ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ 10% മണ്ണെന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നുന്നു ഒരുപക്ഷെ 10% അല്ലേ ഉള്ളൂ എന്ന് തോന്നിയാൽ കൂടി ഒരുപാട് ഓളിയം മണ്ണാണ് SKN. അപ്പോൾ അതിനുള്ളിൽ ലോറി ഉണ്ടോ അല്ല ലോറി ഇല്ല എന്ന് സ്ഥിരീകരിക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല. ഇതിലെ പ്രശ്നം ഈ റഡാർ റീഡിങ്ങിൽ പലപ്പോഴും ഇവിടുത്തെ ലോഹ അയിര് ഉള്ള മണ്ണുകൂടി ആയതുകൊണ്ട് ചില കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. പക്ഷേ കൃത്യമായി വാഹനത്തിന്റെ വലിയ അളവിലുള്ള ലോഹ മെറ്റൽ കണ്ടന്റ് ഡിറ്റക്ട് ചെയ്യാനുള്ളതാണ് പുതിയ റഡാർ സംവിധാനം. അതുകൂടി വരുമ്പോഴേക്കും പുതിയ എന്തെങ്കിലും കൂടുതൽ സൂചന കിട്ടും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ SKN എന്നുള്ളത്. അതോടൊപ്പം തന്നെ സമാന്തരമായി പുഴയിൽ കൂടിയുള്ള തെരച്ചിൽ നടത്തുന്നുണ്ട്. അതിനും അത്യാവശ്യം എന്ന് പറഞ്ഞാൽ വലിയ ആഴമുള്ള പുഴയാണ്. പുഴയിലെ തെരച്ചിൽ അതിസങ്കീർണമാണ്. അതിനുവേണ്ടി ആവശ്യമായ സാങ്കേതിക സംവിധാനങ്ങളൊക്കെ കൊണ്ടുള്ള രക്ഷാദൗത്യം ഇപ്പോൾ പുഴയിലും നടക്കുന്നുണ്ട്. കൂടുതൽ നമ്മൾ ഇവിടെ നിൽക്കുന്നത് അവിടുന്ന് ഒരു കുറച്ച് കിലോമീറ്റർ ഇപ്പുറത്താണ്. ഇവിടുന്ന് കൂടുതൽ രക്ഷാദൗത്യം SDRF സംഘം NDRF സംഘം അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. SKN ഒരു കാര്യം ഉറപ്പായും നമുക്ക് ഇവിടെ തോന്നുന്നു, നമ്മളൊരു പക്ഷേ കേരളത്തിലെ രക്ഷാപ്രവർത്തനം കണ്ട ഒരു ശീലം കൊണ്ട് തോന്നുന്നൊക്കെ ആയിരിക്കും. രാവിലെ ഒരു ഓഫീസ് പോലെയൊക്കെ രാവിലെ ആൾക്കാർ വരുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു, ആൾക്കാർ വരുന്നു, അടുത്ത ടീം വരുന്നു. അതല്ലാതെ നമ്മളെ ഒരു 24/7 റൗണ്ട് ദ ക്ലോക്ക് ഒരു രക്ഷാദൗത്യം കാണുക എന്ന് നമ്മളിവിടെ എന്തായാലും കാണാൻ കഴിയുന്നില്ല. അത് നമ്മൾ ആദ്യം മുതൽ ഡേ 1 മുതൽ പറയുന്നതാണ്. അത് ഓരോ സ്ഥലത്തെയും രക്ഷാദൗത്യത്തിന്റെ ഓരോരോ ശീലങ്ങളും ഓരോരോ രീതികളും ആകും. അങ്ങനെ സമാധാനിക്കാം തൽക്കാലം. പക്ഷേ 7-ാം നാൾ നമ്മുടെ പ്രിയപ്പെട്ട അർജുനായുള്ള തെരച്ചിൽ ഇവിടെ തുടരുകയാണ്. അർജുൻ മാത്രമല്ല, 2 പേരുണ്ടെന്ന് പറയുന്നു. അത് മാത്രമല്ല SKN ഇവിടെ ഈ പറയുന്ന ആ ചായക്കടയിൽ ആ സമയം 10-12 പേർ ചായ കുടിച്ചുകൊണ്ടിരുന്നു എന്നൊക്കെയുള്ള ചില ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്കറിയാവുന്ന 3 പേരാണ്. ഇന്നലെ ഇവിടെ നിൽക്കുന്ന മാധ്യമപ്രവർത്തകർ പറയുന്നുണ്ട്, ഇന്നലെ 3 ചെറിയ പെൺകുട്ടികൾ വന്ന് കരഞ്ഞുകൊണ്ട് അവർ അച്ഛനെ കാണാനില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു നിൽക്കുന്ന ലക്ഷ്മൺ എന്ന് പറയുന്ന ആളുടെ ചായക്കടയിലെ ലക്ഷ്മണനല്ല, അത് അല്ലാതെ ഒരാൾ കാണാനില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒറ്റയ്ക്കും തെറ്റയ്ക്കും നമുക്ക് നാട്ടിൽ പറയുന്ന ഭാഷയിൽ ഓരോരുത്തരെ കാണാനില്ല ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ അങ്ങനെ കൂട്ടത്തോടെ ഏതെങ്കിലും സമരമായോ ഏതെങ്കിലും പ്രതിഷേധമായോ ഒന്നും കാണാനില്ല. ഈ രക്ഷാപ്രവർത്തനം പതിയാണെങ്കിൽ കൂടിയും അതിന്റെ മുറക്കി നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇത്രത്തോളം കണ്ടത്. പിന്നെ അതിനുശേഷം നമ്മുടെ മാധ്യമ ഇടപെടലുകൾ, നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഭാഗമായി ഈ കഴിഞ്ഞ 3 ദിവസങ്ങൾ രക്ഷാപ്രവർത്തനം ഏതാണ്ട് സജീവമാണ് എന്ന് തന്നെ പറയാം. സജീവമാണെന്ന് പറയുമ്പോൾ പോലും ഇവിടെ അതിസങ്കീർണമായ സാഹചര്യമുണ്ട്. SKN എന്ന് പറഞ്ഞാൽ ഈ മണ്ണ്, കൂടിയ അളവിലെ മണ്ണ് അവിടെ ഇപ്പോഴും കിടക്കുകയാണ്. ആ മണ്ണ് മാറ്റി അവിടെ ഇടാനുള്ള ഒരു സംവിധാനമില്ല. ആ മണ്ണെടുത്തുകൊണ്ട് ഇതിനടുത്തുള്ള ഒരു സ്ഥലത്തെ കൊണ്ട് ഡംപ് ചെയ്തിട്ട് പിന്നെയും വണ്ടി പോയി. അതുകൊണ്ടാണ് ഈ രക്ഷാദൗത്യം ഇത്തരം കാലതാമസം ഉണ്ടാവുന്നത്. കാരണം അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രതികൂല സാഹചര്യം അവിടെ ഉണ്ട്. മാത്രമല്ല ഇടയ്ക്കിടെ പെയ്യുന്ന മഴ, ഏത് സമയവും വീണ്ടും മണ്ണിടിഞ്ഞ് വീഴാം എന്ന് പറഞ്ഞാൽ ഏത് സമയം മണ്ണിടിഞ്ഞ് വീഴാമോ എന്ന് പറഞ്ഞൊരു എക്സ്ക്യൂസ് ആണെന്ന് ഞാൻ കരുതിയിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയൊക്കെ നമ്മൾ നേർക്കുനേർ കാണുകയാണ്. റോഡിന്റെ സൈഡിലേക്ക് ഓരോരോ കുന്നിങ്ങനെ ചെറിയ അളവിലും വലിയ അളവിലും ഇടിഞ്ഞു കിടക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അപ്പം 3 ഇടത്താണ് SKN നമ്മുടെ വഴി മാറ്റി വിട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ വലിയ അളവിൽ ലാൻഡ് സ്ലൈഡ്
ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം എത്രത്തോളം മഴ കനക്കുന്നു അത്രത്തോളം മണ്ണിടിച്ചിൽ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞുള്ളതാണ്. അതുകൊണ്ട് ആയിരിക്കണം ഈ രാത്രിയിലെ രക്ഷാപ്രവർത്തനത്തിന് കൃത്യമായ വേണ്ട എന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മുന്നറിയിപ്പ് എന്ന് പറയുമ്പോൾ പോലും നമ്മൾ കവളപ്പാറ ഇതേ മുന്നറിയിപ്പിന് നടുവിൽ നിന്ന് രക്ഷാപ്രവർത്തനം നടത്തിയ ജനതയാണ് നമ്മൾ. അപ്പോൾ അങ്ങനെ ആ രക്ഷാദൗത്യമൊക്കെ കണ്ട ശീലമുള്ളവർക്ക് ഇവിടെ വരുമ്പോൾ ഉറപ്പായും അത്ഭുതമായി തോന്നും. അത് ശാസ്ത്രീയമായി ഇങ്ങനെ തന്നെ ആയിരിക്കണം ഒരുപക്ഷെ നടത്തുന്നത്. എന്തായാലും ഏഴാം നാൾ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ സേന തുടങ്ങാൻ പോകുന്നു. NDRF സംഘം SDRF സംഘം തുടങ്ങാൻ പോകുന്നു. നമ്മുടെ രക്ഷാദൗത്യ സംഘങ്ങൾ അവർക്കൊപ്പം ഉണ്ട്. അപ്പോൾ ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള സൂചന കിട്ടും എന്നുള്ള ആത്മാർത്ഥമായ പ്രതീക്ഷയാണ്. കാര്യം ഇന്നാണ് ഇപ്പോൾ ഏറ്റവും അത്യാധുനിക റഡാർ ഉപയോഗിച്ചുകൊണ്ട് കരസേനയ്ക്ക് അവർക്ക് ഉപയോഗിക്കാൻ കഴിയാവുന്ന പരമാവധി സാങ്കേതിക സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന ഇന്നാണ് നടക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് അല്പസമയത്തിനകം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അർജുന്റെ വീട്ടുകാർക്കൊക്കെ എന്തെങ്കിലും ഒരു ആശ്വാസ വാർത്ത കൊടുക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. SK ആഷ്മി താജ് ഇബ്രാഹിമാണ് നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും തെരച്ചിൽ ആരംഭിച്ചു. ഏഴാം ദിവസത്തെ തെരച്ചിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷയുടെ കിരണം ലഭിക്കുമെന്നാണ് ആഷ്മിയെ പോലെ എല്ലാവരും വിശ്വസിക്കുന്നത്. ലോകമെമ്പാടുമുള്ള മലയാളികൾ അർജുൻ്റെ വരവിനായി കാത്തിരിക്കുകയാണ്. അതിനിടയിൽ ചില പ്രേക്ഷകർ ചോദിക്കുന്നു, എത്ര പേരെ കിട്ടി? ആരെയും ഇതുവരെ കിട്ടിയിട്ടില്ല. 3 പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഡ്രൈവറായിട്ടുള്ള ഈ അർജുൻ ശരിക്കും ഈ ലോറിക്കാരുടെ ഇടത്താവളമായ ഈ പറയുന്ന ഷിരൂരിലെ ഒരു ചായക്കടയിൽ അവിടെ ലോറിയിട്ട് വിശ്രമിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളിൽ. അതേപോലെ അവിടെ ചായ കുടിച്ചുകൊണ്ടിരുന്ന മറ്റു കുറച്ച് ആൾക്കാർ കൂടി ഉണ്ടായിരുന്നു. 10 പേരുടെ മൃതദേഹങ്ങൾ നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇനി 3 പേരുടെ അവസ്ഥ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അർജുൻ്റെ ലോറി കണ്ടെത്താനുള്ള ശ്രമത്തിലാണിപ്പോൾ. അരുൺ പാറയ്ക്കൽ കൂടി നമുക്കൊപ്പം ചേരുന്നു. അരുൺ, ഈ യഥാർത്ഥത്തിൽ അച്ഛനെ കാണാനില്ല എന്ന് പറഞ്ഞ് ചില കുട്ടികൾ ഇന്നലെ അവിടെ എത്തിയിരുന്നു എന്ന വാർത്ത വന്നിരുന്നു. അതുപോലെ ഈ മണ്ണിനടിയിൽ ശരവണനെ പോലെ ഒരാൾ കൂടി കുടുങ്ങിക്കിടപ്പുണ്ട് എന്ന വാർത്ത വരുന്നു. അയാളുടെ വിശദാംശങ്ങൾ എന്തെങ്കിലും കിട്ടി? ഇവരൊക്കെ തമിഴ്നാട്ടുകാരാണ് എന്ന രീതിയിലുള്ള വാർത്തകളും വരുന്നുണ്ട്. എന്താണ് തമിഴ്നാട് സർക്കാർ ഇതിലൊന്നും ചെയ്യാത്തതെന്ന് ചോദിക്കുന്ന യൂട്യൂബ് പ്രേക്ഷകർ നമുക്കുണ്ട്. പറയൂ. എസ്കേൻ, ഈ കേരളം ഇടപെടുന്നത് പോലെ, അർജുന് വേണ്ടി കേരളം ഇടപെടുന്നത് പോലെ ഇവിടെ തമിഴ്നാടിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു വിധത്തിലുള്ള ഇടപെടലും നടന്നിട്ടില്ല എന്നാണ് നമുക്ക് പ്രാഥമികമായി ഇവിടെ നിന്ന് മനസ്സിലാവുന്നത്. ഇവിടെ എത്തിയ തമിഴ്നാട് സ്വദേശികളെ കാണുന്നില്ലെന്ന് കാണിച്ച് ഇവിടെ എത്തിയ ആളുകളൊക്കെ തന്നെ അക്കാര്യം നമ്മളോട് സൂചിപ്പിച്ചിരുന്നു. നേരത്തെ നാമക്കൽ സ്വദേശി ശരവണുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ ആദ്യം നൽകിയതാണ്. ആ വാർത്തയിൽ ആ വിവരത്തിൽ ഈ ശരവണൻ ഇവിടെ നമുക്ക് കാണുന്ന ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ ഈ സൈന്യം അവിടെ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. സൈന്യവും അതുപോലെ തന്നെ NDRFന്റെ ടീമൊക്കെ അവിടെയുണ്ട്. ആ സ്ഥലത്ത് ഈ ശരവണൻ ലോറിയിട്ട് ആ ഇടത്താവളത്തിൽ, ശിരൂരിലെ ഇടത്താവളത്തിൽ ലോറിയിട്ട് ചായ കുടിക്കുന്നതിന് വേണ്ടി ഇറങ്ങിയതാണ്. 7 മണിക്ക് അദ്ദേഹത്തിന്റെ ഭാര്യയെ വിളിച്ചു, കുടുംബവുമായി ബന്ധപ്പെട്ടു. താൻ അവിടെ നിന്ന്, അതായത് ഈ ഹൂഗ്ലിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മംഗലാപുരത്തേക്കുള്ള യാത്രയിലായിരുന്നു. ഞാൻ അങ്ങോട്ടുള്ള യാത്രയിലാണ്, വാഹനം കാലിയാണ് എന്നൊക്കെ ഈ വിവരം ഭാര്യയുമായി പങ്കുവച്ചു. അതിനുശേഷം ശരവണൻ എവിടെ പോയി, നാമക്കൽ സ്വദേശി ശരവണൻ എവിടെ പോയി എന്നുള്ള ഒരു വിവരവും SKN ഈ കുടുംബത്തിന് ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഈ കാര്യവുമായി ബന്ധപ്പെട്ട് നിരവധി സർക്കാരുകളെ സമീപിച്ചിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ ജില്ലാ ഭരണകൂടത്തെ സമീപിച്ചിരുന്നു, പോലീസിനെ സമീപിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഗണപതി അന്ന് നമ്മളോട് വ്യക്തമാക്കിയത്, ഇതുവരെയും ശരവണൻ എവിടെയുണ്ട്, അല്ലെങ്കിൽ ശരവണനെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊന്നും തന്നെ കുടുംബത്തെ അറിയിക്കാൻ ഭരണകൂടം തയ്യാറായിട്ടില്ല. ഈ ശരവണൻ ഈ ഭാഗത്ത് പെട്ടുകിടപ്പുണ്ട് എന്ന് മനസ്സിലായത് ശരവണന്റെ ലോറി ഇവിടെ നിന്ന് കണ്ടെത്തി. ശരവണന്റെ ലോറി ഇപ്പോൾ അങ്കോള ടൗണിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് ശരവണന്റെ സുഹൃത്ത് സൂചിപ്പിച്ചത്. അങ്ങനെയെങ്കിൽ ശരവണൻ ഈ മണ്ണിനടിയിൽ തന്നെ കുടുങ്ങിക്കിടപ്പുണ്ടാവുമെന്നൊരു ഉറച്ച വിശ്വാസം അവർക്കുണ്ട്. അവർ കഴിഞ്ഞ 2 ദിവസം മുൻപാണ് നമ്മളോട് ഈ കാര്യം പ്രതികരിച്ചത്. ഈ പ്രദേശത്ത് അവർ അന്വേഷണവുമായി വന്നിരുന്നു. ആ സമയത്ത് നമ്മളുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ഈ ശരവണനും, നാമക്കൽ സ്വദേശിയായ ശരവണനും ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന വിവരം പുറത്തു വന്നത്. പോലീസുമായി അവർ ബന്ധപ്പെട്ടു. പക്ഷേ പോലീസിന്റെ ഭാഗത്തുനിന്ന്, കർണാടക പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു കാര്യക്ഷമമായ ഇടപെടലോ കൃത്യമായൊരു മറുപടിയോ ആ കുടുംബത്തിൽ ലഭിച്ചിട്ടില്ല. ഒപ്പം ഇന്നലെ മറ്റൊരു വിവരം കൂടി വന്നത്, പ്രദേശവാസിയായ അവിടെ ചായക്കട നടത്തുന്ന ആൾ, അദ്ദേഹത്തിന്റെ 3 പെൺമക്കളാണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. അവരുടെ അച്ഛനെ ഇതുവരെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ മൃതദേഹം പോലും കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ ആ ചായക്കടയടക്കം, ആ ഇടിഞ്ഞ ചായക്കടയടക്കം ഈ പുഴയിൽപ്പെട്ടെങ്കിലും പുഴയിൽ നിന്ന് ചില യാത്രക്കാരായ ആളുകളുടെയൊക്കെ മൃതദേഹം കണ്ടെടുത്തിരുന്നു. പക്ഷേ ഈ പിതാവിന്റെ മൃതദേഹം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇനി ആരോട് പരാതി പറയണം, ആരോടാണ് ഇത് അറിയിക്കേണ്ടത്,
കർണാടക സർക്കാരിനെ അറിയിച്ചു, ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചു, പോലീസിനെ അറിയിച്ചു. പക്ഷേ എന്തുകൊണ്ടാണ് ഇവർ കൃത്യമായൊരു മറുപടി നൽകാത്തത്, കാര്യക്ഷമമായ ഇടപെടൽ നടത്താത്തത് എന്ന് ആ കുടുംബവും ആരോപിക്കുന്നുണ്ടായിരുന്നു. ഇതുപോലെ ഇനിയും മൃതദേഹങ്ങൾ ഈ മണ്ണിനടിയിൽ ഉണ്ടാകും, ഇനിയും ആളുകൾ ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടപ്പുണ്ടാവാം എന്നൊരു വിശ്വാസത്തിലാണ് ഈ രക്ഷാപ്രവർത്തക സംഘവും ഉള്ളത്. ഇനി ഇപ്പോൾ കാണുന്ന ആ കർവ്, നേരത്തെ SK സൂചിപ്പിച്ചതുപോലെ ആ ലോറിക്കാരുടെ ഇടത്താവളം, ആ ഇടത്താവളമാണ് ആ മണ്ണ് മൂടി കിടക്കുന്നത്. ആ ടവറൊക്കെ കിടക്കുന്ന ആ ഇടത്താവളത്തിലാണ്. ആ മണ്ണ് പൂർണ്ണമായും നീക്കിയാൽ മാത്രമാണ് ആ മണ്ണിനടിയിൽ വാഹനങ്ങളുണ്ടോ, അതിനടിയിൽ ആളുകളുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ SK ഡ്രില്ലിംഗ് നടപടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വലിയ വലിയ പാറക്കല്ലുകൾ ആ മണ്ണിലുണ്ട്. ആ പാറക്കല്ലുകൾ നീക്കം ചെയ്താൽ മാത്രമാണ് ആ മണ്ണ് പൂർണ്ണമായും അവിടെ നിന്ന് മാറ്റാൻ സാധിക്കൂ. അത് ഇന്നത്തോടു കൂടി ആ മണ്ണ് അവിടെ നിന്ന് മാറ്റണം എന്നൊരു ആഗ്രഹമാണ് കഴിഞ്ഞ ദിവസമൊക്കെ ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ആളുകൾ, രക്ഷാപ്രവർത്തകർ നമ്മളോട് പങ്കുവച്ചത്. പക്ഷേ ദുഷ്കരമായി തുടരുന്നത് മോശം കാലാവസ്ഥയാണ്. നേരത്തെ അതിരാവിലെ മഴ ഉണ്ടായിരുന്നില്ല, പക്ഷെ അതിനുശേഷം ശക്തമായ മഴയായിരുന്നു. നമുക്ക് ഈ കാഴ്ചയെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള മഴയുണ്ടായിരുന്നു. അരുൺ പാറക്കലാണ് വിവരങ്ങളുമായി ശിരൂരിൽ നിന്ന് ചേർന്നത്. പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ അവിടെ ഈ ദുരന്തമുണ്ടായ ആ മണ്ണിലേക്ക് ഇപ്പോൾ ഇന്ന് മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ്. അവിടെ സൈന്യം ദൗത്യം ഏറ്റെടുത്ത് കഴിഞ്ഞിരുന്നു. ഇന്നലെ മുതൽ ഇന്നും സൈന്യമാണ് അവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. രക്ഷാദൗത്യം പുരോഗമിക്കുന്നു. ഡ്രില്ലിംഗ് അവിടെ നടന്നു കഴിഞ്ഞു. അവിടെ മണ്ണ് മാറ്റൽ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് തോമസ് ഊട്ടി പറയുന്നു, കേരളത്തിൽ നിന്ന് കുറേ പേർ രക്ഷാപ്രവർത്തനത്തിന് അവിടെ എത്തിയിട്ടുണ്ടല്ലോ, അവരുടെ കാര്യങ്ങൾ കൂടി പറയൂ. ഈ രക്ഷാദൗത്യത്തിന് എത്തിയ ആൾക്കാരെ നമ്മൾ ശരിക്കും ഈ ഇൻ്റർവ്യൂവിന് പരമാവധി കുറച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ എടുത്തിരിക്കുന്ന നിലപാട്. കാരണം അവരുടെ മെയിൻ ജോലി മാധ്യമ അഭിമുഖമല്ല, ഈ രക്ഷാദൗത്യത്തിൽ പങ്കുചേരുക എന്നുള്ളതാണ്. അവരുടെ സമയം വളരെ വളരെ വിലപ്പെട്ടതാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നതുകൊണ്ടാണ് തോമസ് കുട്ടി നമ്മൾ അവരെ തേടിപ്പിടിച്ച് ഇൻ്റർവ്യൂ തയ്യാറാകാത്ത. എന്നാലും അത്യാവശ്യമുള്ള അടിയന്തരമായ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി തീർച്ചയായിട്ടും നമ്മുടെ രഞ്ജിത്ത് ഇസ്രായേലിനെ പോലെയുള്ള ആൾക്കാരുടെ സഹായം നമ്മൾ തേടും.